നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മളുടെ ബെല്ലി ഫാറ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വീടിനടുത്ത് ജിമ്മില്ല, ഇതിനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, ഇതിനായിട്ട് പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്ന എക്സസൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. എല്ലാത്തിനും ഒരുപാട് എക്സസൈസുകളുണ്ട്. അബ്ഡോമൻ വർക്കൗട്ടുകളാണെങ്കിലും ഒരുപാടുണ്ട്, ബെല്ലി ഫാറ്റ് കുറയ്ക്കാവുന്ന ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് ചിലതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുമിച്ച് പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കെല്ലാം കൂടി മനസ്സിലാകുകയുമില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വളരെ കുറച്ച് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം കാല് കുറച്ച് വൈഡ് ചെയ്ത് നിൽക്കുക. നിന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പം നമ്മളത് 20 റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റ് എന്ന് പറയുന്നത് ചുരുങ്ങിയത് 20 എങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ 20 × 3 4 സെറ്റാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വർക്കൗട്ടുകളും, കാർഡിയോ ആണെങ്കിൽ കൂടിയും ഒരു വർക്കൗട്ടുകളും നമ്മൾ ഒരുപാട് സമയം ചെയ്യാതിരിക്കുക, കുറഞ്ഞ സമയം ചെയ്യുക. പിന്നെ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ 1 2 എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ആവും. അപ്പോൾ നമുക്ക് വേറെ ഒരു കാർഡിയക്ക് സംബന്ധമായ ഒരു ബുദ്ധിമുട്ടുകളും വരില്ല. പിന്നെ നെക്സ്റ്റ് നമ്മൾ സെയിം തന്നെ ബാക്ക് തിരിഞ്ഞ് നിന്നിട്ടാണ് ചെയ്യേണ്ടത്. തിരിഞ്ഞ് നിൽക്കുക, നിന്നതിന് ശേഷം കുറച്ച് ബാക്ക് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പോൾ കാണിച്ചെന്ന വർക്കൗട്ടും അതും നമ്മൾ നിർബന്ധമായിട്ടും 4 സെറ്റ് ചെയ്യുക. തുടക്കത്തിൽ 3 സെറ്റ് ചെയ്താൽ മതി, 4 സെറ്റ് ചെയ്യേണ്ട. പിന്നെ ഈ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാനുള്ള വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഡയറ്റും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ബെല്ലി ഫാറ്റൊക്കെ നന്നായിട്ട് ചെയ്തു, അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ വളരെ ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ബെല്ലി ഫാറ്റ് ചെയ്തതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബോഡിയിൽ നിന്ന് ഫാറ്റ് പോകണമെങ്കിൽ ഫാറ്റി ഫുഡുകൾ കുറയ്ക്കുക, മധുരം പൂർണ്ണമായി കട്ട് ചെയ്യുക, ഓയിലി ഫുഡുകൾ കുറയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. ജസ്റ്റ് നിൽക്കുക, നിന്നതിന് ശേഷം ഹാൻഡ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. റിപ്പീറ്റേഷൻ 20 കുറയാതെ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ചെയ്യുക. 1 2 3. ഈ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, കാർഡിയാക് സംബന്ധമായതൊന്നും വരില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ ബ്രീത്ത് എങ്ങനെയാണ് ആശാനെ വിടേണ്ടത് അല്ലെങ്കിൽ മാസ്റ്റർ വിടേണ്ടത്. തീർച്ചയായിട്ടും ബ്രീത്ത് വിട്ട് മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാവുള്ളൂ. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് ഒരു കാരണവശാലും ചെയ്യാൻ ശ്രമിക്കരുത്. അത് തന്നെ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നമ്മൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള 3 സെറ്റ് വർക്കൗട്ടാണ് ചെയ്തത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് തന്നെ ആദ്യം ചെയ്ത് അറിയാമല്ലോ. കൈ ഇവിടെ വെക്കുക. 1 2 3 4 5 6 7 8 9 10. തിരിഞ്ഞ് നിൽക്കുക. 1 2 3 4 5
6, 7, 8, 9, 10. അതിനുശേഷം മൂന്നാമത്തെ വർക്കൗട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി നാലാമത്തെ വർക്കൗട്ട് നമ്മൾ ഹെഡിൽ കൈവെക്കുക, കൈവച്ച ശേഷം ബാക്കിൽ നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പരമാവധി നമ്മുടെ കൈ മുട്ടുകൈ ഈ കാലിലോട്ട് മുട്ടുന്ന വിധത്തിൽ ചെയ്യാം. 1, 2 ആദ്യം ബിഗിനേഴ്സിന് മുട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ശ്രമിക്കുക, അങ്ങനെ ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്തും കൗണ്ട് ചെയ്ത് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതെ കൗണ്ട് ചെയ്ത് ചെയ്യണം. ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഓരോ സെറ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകരുത്. ചെയ്തു പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് ബ്രീത്ത് പ്രോപ്പറായിട്ട് കിട്ടാതാവും, കിതപ്പ് വരും, തളർന്നു പോകും. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഓരോ സെറ്റിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത സെറ്റ് ചെയ്യാനുള്ള റിപ്പീറ്റേഷൻ ചെയ്യാനുള്ള എനർജിയും കിട്ടും. ഇനി ഹെഡിൽ കൈ വെക്കുക, കാല് കുറച്ച് വൈഡ് ചെയ്ത് നിൽക്കുക. ഇതിന് ശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സെയിം വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ കാണിച്ചത് തന്നെ 1, 2, 3. ഇത് തന്നെ ഇതും ഒരു 30-40 എണ്ണം ചെയ്യുക. 10 എണ്ണം ചെയ്യുക, റെസ്റ്റ് എടുക്കുക, പിന്നെയും 10 എണ്ണം ചെയ്യുക, റെസ്റ്റ് എടുക്കുക, അങ്ങനെ ചെയ്യുക. ഒരുമിച്ച് ചെയ്യാൻ നിൽക്കാതെ. ഇപ്പോൾ 4-5 സെക്ഷൻ വർക്കൗട്ട് ബെല്ലി ഫാറ്റിനെ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു വർക്കൗട്ട് കൂടെ കാണിച്ചു തരാം. നേരെ നിൽക്കുക, കൈ പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇപ്പോൾ നമ്മൾ കാണിച്ചെന്ന വർക്കൗട്ട്, ലാസ്റ്റ് കാണിച്ചെന്ന വർക്കൗട്ട്, അതും ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യുക. ഇതും ചെയ്യേണ്ട റിപ്പീറ്റേഷൻ വരുന്നത് 4 സെറ്റാണ്. ഇനി നമ്മൾ ആദ്യം തൊട്ടേ മൊത്തത്തിലുള്ള വർക്കൗട്ടുകൾ നോൺ സ്റ്റോപ്പായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ച വർക്കൗട്ട് അറിയാമല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അത് കേട്ടിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ നെക്സ്റ്റ് കാണിച്ചത് ഹെഡിൽ കൈ വെക്കുക. 1, 2, 3, 4, 5. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്ത വർക്കൗട്ട് 1, 2, 3, 4, 5, 6. പിന്നെ അതിനുശേഷം നമ്മൾ ഹെഡിൽ കഴിച്ചായിട്ടാണ് ചെയ്തത്. ലാസ്റ്റ് നേരെ നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വർക്കൗട്ടിന് ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഓരോ സെറ്റും കഴിഞ്ഞ് കിതപ്പ് കാറിയതിന് ശേഷം മാത്രം ചെയ്യുക. ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാതിരിക്കുക. ബിഗിനേഴ്സൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തല ഇറങ്ങുന്ന പോലെയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. ആ ഒരു ഇതിലോട്ട് നിങ്ങൾ പോകാതിരിക്കുക. റെസ്റ്റ് എടുക്കുക. വെള്ളം കുടിക്കണം തോന്നുന്നവർക്ക് വെള്ളം കുടിക്കുക. വളരെ കുറച്ച് വെള്ളം കുടിക്കുക. നമ്മൾ വർക്കൗട്ടിനിടയ്ക്ക് റെസ്റ്റ് എടുക്കുക, വളരെ കുറച്ച് വെള്ളം കുടിക്കുക. അതിനുശേഷം ഒരു 30-40 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഇത് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അധികം ബോഡിയിൽ ഫാറ്റ് ഉള്ളവരാണെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയാനുള്ള വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം റൈസ് പരമാവധി കുറയ്ക്കുക. ഉച്ചയ്ക്ക് എങ്ങാനും കുറച്ച് കഴിക്കുക. ഓയിലിയായിട്ടുള്ള ഫുഡുകൾ വളരെയധികം കുറയ്ക്കുക. അതും പ്രശ്നമാണ്. വറുത്തത്, പൊരിച്ചത് അങ്ങനെയുള്ളതെല്ലാം വളരെയധികം കുറയ്ക്കുക. പാല് കുടിക്കുന്നവരുണ്ടാവും ഒരുപാട് പേര്. പാലിലും ഫാറ്റ് ഉണ്ട്, അതുകൊണ്ട് പാലൊക്കെ ഇടയ്ക്ക് കുടിക്കുക. ഷുഗർ പൂർണ്ണമായും കട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. ചിലരൊക്കെ ഡയറ്റ് പ്ലാൻ ചോദിക്കുന്നുണ്ട്. അത് പറയാത്ത എന്താ വെച്ചാൽ ഒരു വ്യക്തിയെ നേരിട്ട് കാണാതെ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും അറിയാതെ നമുക്ക് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം ഇതവർക്ക് ഗുണത്തേക്കാൾ കയറി ചിലപ്പോൾ ദോഷമാണെങ്കിലോ ചെയ്തെങ്കിൽ
അതൊരു ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് വളരെ മെലിഞ്ഞൊരു വ്യക്തിക്കാണെങ്കിൽ നമുക്ക് ഗെയിൻ ആണോ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഹെവി ഫാറ്റുള്ള വ്യക്തിക്ക് ഡയറ്റ് പ്ലാൻ പറയണമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അറിയാതെ നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ നേരിട്ട് ആളെ രൂപമോ ഒന്നും കാണാതെ ഡയറ്റ് പ്ലാൻ പറയുമ്പോൾ അത് പിന്നീട് വളരെ ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് പറയാത്തത്. ദയവായി എല്ലാവരും ക്ഷമിക്കുക. എങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞു തരാം. റൈസ് പരമാവധി കുറയ്ക്കുക. പകരം എന്ത് കഴിക്കണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ചപ്പാത്തിയൊക്കെ തന്നെ കഴിക്കണം. വയർ നിറച്ച് കഴിക്കാതിരിക്കുക. 1-2 ചപ്പാത്തിയൊക്കെ കഴിക്കുക. വെജിറ്റബിൾസ് കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ ഫിഷും മീറ്റും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുക. അധികം ഓയിലി അല്ലാത്ത രീതിയിൽ ബോയിൽ ചെയ്ത് കഴിക്കുക. അതൊക്കെ ചെയ്യാം, നമുക്കൊരു കുഴപ്പവും വരുന്നില്ല. മറ്റത് നമ്മൾ ഈ ആളെ കാണാതെയും ഇതൊന്നും ഇല്ലാതെ ഡയറ്റ് പ്ലാനൊക്കെ തന്നു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം വിഷമമായി പോകും. അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ദിവസവും ഒരേ വർക്കൗട്ടുകൾ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇന്ന് കാർഡിയോ കുറച്ച് നേരം ചെയ്തു, കുറച്ച് ബെല്ലി ഫാറ്റിനുള്ള ചെയ്തു, ഓക്കെ. നമ്മൾ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ കാർഡിയോ ചെയ്തു, ബെല്ലി ഫാറ്റിനുള്ള ചെയ്യണമെന്നില്ല. ദിവസവും ബെല്ലി ഫാറ്റിനുള്ള ചെയ്യുന്നില്ല, ഒന്നിനാണ് ചെയ്താൽ മതി. ദിവസം ചെയ്യാതിരിക്കുക. നമ്മൾ പിറ്റേ ദിവസം ചെയ്യുമ്പോൾ കാർഡിയോ ചെയ്തു, കൂട്ടത്തിൽ കുറച്ച് വെയ്റ്റ് ട്രെയിനിങ് മീൻസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാം ഇട്ടിട്ടുണ്ട്. ആംസിലെ ഫാറ്റ് പോകുന്നത്, ചെസ്റ്റിലെ ഫാറ്റ് പോകുന്നത്, ബാക്ക് ഫാറ്റ് പോകുന്നത്, അങ്ങനെ എല്ലാ വർക്കൗട്ടുകളുടെ വീഡിയോസും ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അതിലെ ഓരോ ദിവസവും ഓരോ പാർട്സിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നും നമ്മൾ ബാക്കിന് തന്നെ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്നും ചെസ്റ്റിന് ചെയ്യാതിരിക്കുക, എന്നും ആംസിന് ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ആ മസിൽസിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സിറ്റപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ഇരുന്നിട്ട് എഴുന്നേക്കൊക്കെ ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1, 2, 3 റിപ്പീറ്റേഷൻ പറഞ്ഞുകൊണ്ട് ചെയ്യുക. വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ 1, 2, 3 പറഞ്ഞുകൊണ്ട് ചെയ്യുക. ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബ്രീത്ത് ഔട്ട് ആവും. കാർഡിയാക് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരുന്ന വർക്കൗട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു തരാം. 1, 2, 1, 2, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. ലാസ്റ്റ് സെറ്റ് 1, 2, 3, 4. ഈ 5-6 വർക്കൗട്ട് ഉണ്ട്. ഇത് കംപ്ലീറ്റ് നമ്മൾ റിപ്പീറ്റേഷൻ പരമാവധി നിങ്ങൾക്ക് 10 എന്നുള്ളതൊക്കെ കൂട്ടി ചെയ്യാം. ആദ്യം വർക്കൗട്ടുകളുടെ പോസ്റ്റർ നന്നായിട്ട് പഠിക്കുക. പഠിച്ച ശേഷം മാത്രം വർക്കൗട്ടുകൾ കൂട്ടി ചെയ്യുക. അതിനു മുമ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ.